മഞ്ഞുകാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടിലെ അവസ്ഥ ഇതാണ്. കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലൊക്കെ ഇത് തന്നെ അവസ്ഥ. പനി മാറിക്കഴിഞ്ഞാലും വിട്ടുമാറാത്ത ചുമയും ഉറക്കമില്ലാത്ത രാത്രിയും ഒക്കെയാണ്. ഇവർ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ചുമയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്? കുഞ്ഞുങ്ങൾക്കും ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഫുഡ് പോലും കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ കിടക്കത്തില്ല. ഇവരിങ്ങനെ ചുമച്ച് ചുമച്ച് ഛർദ്ദിച്ച് കളയുക. അപ്പം കുഞ്ഞു പിള്ളേർക്കൊക്കെ തീറ്റ കൊടുക്കാനായിട്ട് എന്തോരം പാടുപെട്ടിട്ടല്ലേ നമ്മളൊക്കെ കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ചുമച്ച് പോകുമ്പോഴത്തേക്ക് നമുക്കങ്ങ് താങ്ങുമോ? അതും ഭയങ്കര ഒരു വിഷമം. അപ്പോൾ ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തിട്ട് മാറുന്നില്ല ഇവൻ്റെ ചുമ. അപ്പോൾ ഞാനിങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് പറഞ്ഞപ്പോഴത്തേക്ക്, ഇച്ചിരി പ്രായമുള്ള അമ്മച്ചിയാണ്, അപ്പോൾ അമ്മച്ചി പറഞ്ഞ ഒരു റെമഡിയാണ്. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ സ്വിച്ച് ഇട്ടാണ് കേട്ടോ. ഒരു ദിവസം കൊടുത്തു, പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് കുറഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ്. വേണ്ടത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. 5-6 പനിക്കൂർക്കയില നമ്മളൊരു ദോശക്കല്ലെ വെച്ചിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. പിന്നെ 5-8-10 എങ്ങനെയാണോ അത്, ഒരു ചെറിയ ഉള്ളിയില്ലേ, അതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നമ്മൾ കുഴികല്ലെ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീര് മാത്രം നമ്മളിങ്ങനെ എടുക്കുക. പിന്നെ അതിനകത്തേക്ക് വേണ്ടത് നാടൻ തേൻ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. നമുക്കിവിടെ ഒരു അടുത്ത് തന്നെ തേനീച്ച വളർത്തുന്ന ഒരു വീടുള്ളതുകൊണ്ട് നമുക്ക് നല്ല നാടൻ തേൻ കിട്ടി. ഇല്ല, നിങ്ങൾക്ക് ഇനിയിപ്പം ഏതെങ്കിലും ബ്രാൻഡിൻ്റെ തേനുണ്ടെങ്കിൽ അത് മതി. ഇപ്പം നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ വേണ്ടത് ഒരു നുള്ള് കുരുമുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും. അത് നമ്മളതിനകത്തോട്ടിട്ട് ഒരു 2 ടീസ്പൂണ് തേനും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടിത് ദിവസത്തിൽ ഒരു 3 പ്രാവശ്യമായിട്ട് കൊടുക്കുക. നമ്മൾ ചതച്ചെടുത്ത ആ ഒറ്റ നീരില്ലേ, അത് 3 പ്രാവശ്യമായിട്ട് കൊടുത്തേച്ചാൽ മതി. സ്വിച്ച് ഇട്ട പോലെ ഉണ്ടല്ലോ, ചുമ അങ്ങ് നിൽക്കുന്ന പോലെ 2-3 ദിവസം കൊടുത്തപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ ചുമയും മാറി, കഫക്കെട്ട് മാറി. ഇത് എൻ്റെ അനുഭവമാണ്. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തണം. എന്നാലേ നമുക്ക് വിശ്വസിച്ചുറച്ച് മറ്റുള്ളവർ ഈ വീഡിയോ കാണുന്നവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ അഭിപ്രായം വെച്ചിട്ട് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ്. അപ്പം ഇത് കണക്കത്തെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.